Hello everyone, welcome to Expert Gan Corporate Training and Consulting. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ടാലിയിൽ നമുക്ക് ഓരോ ജേർണൽ എൻട്രീസ് പാസ് ചെയ്യുന്നതെന്ന്. അപ്പം അതിനുവേണ്ടി നമ്മൾ ചൂസ് ചെയ്യേണ്ടത് അക്കൗണ്ടിങ് വൗച്ചേഴ്സ് ആണ്. അക്കൗണ്ടിങ് വൗച്ചേഴ്സ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാം. അപ്പം ഇതിൽ ഫസ്റ്റ് വൺ F4 ഇസ് കോൺട്ര. കോൺട്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷും ബാങ്കും മാത്രം വരുന്ന ഒരു എൻട്രിയാണ്. അതായത് ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും ക്യാഷോ അല്ലെങ്കിൽ ബാങ്കോ ഈ രണ്ട് ലെഡ്ജേഴ്സും മാത്രമേ വരാൻ പാടുള്ളൂ. അപ്പം നമുക്ക് ചെയ്യേണ്ടത് ഇപ്പോൾ ഒരു ബാങ്കിലോട്ട് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ജേർണൽ എൻട്രിയാണ് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്. അപ്പം ഇവിടെ 2 എന്ന് പറയുന്നത് ക്രെഡിറ്റ് ആണ്. അപ്പം നമ്മളിവിടെ ക്യാഷിൽ ഫോർ എക്സാമ്പിൾ ഒരു 500 കൊടുത്തു. ബൈ ബാങ്ക് അക്കൗണ്ട് 500 rupees. അപ്പോൾ ഇവിടെ നമുക്ക് ഡിനോമിനേഷൻസ് കൊടുക്കാനുള്ള ഏരിയ ഒക്കെ ഉണ്ട്. ഈ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് വേറൊരു വീഡിയോയിൽ പറഞ്ഞു തരാം. ഇപ്പോൾ നെറേഷൻ കൊടുക്കണം. അപ്പോൾ നെറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ട്രാൻസാക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ക്യാഷ് ഡെപ്പോസിറ്റ് ടു ബാങ്ക്. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പോൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ എൻട്രി സേവ് ആയി കഴിഞ്ഞു. ഇനി അടുത്തതുള്ളത് പേയ്മെൻ്റ് ആണ്. പേയ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷോ അല്ലെങ്കിൽ ബാങ്കോ ക്രെഡിറ്റ് സൈഡിൽ വരണം. ഓക്കെ, അപ്പോൾ ക്യാഷോ ബാങ്കോ ക്രെഡിറ്റ് സൈഡിൽ വരണം. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്യുന്നത് മിസ്റ്റർ ബി എന്ന് പറഞ്ഞ ഒരാൾക്ക് ഒരു പേയ്മെൻറ്റ് കൊടുക്കുകയാണ്. സോ പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ മിസ്റ്റർ ബി പിന്നെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. മിസ്റ്റർ ബി അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് ഓർ ബാങ്ക് എന്നാണ് ജേർണൽ എൻട്രി വരിക. അപ്പം ബൈ മിസ്റ്റർ ബി ഞാനൊരു 100 കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ബാങ്ക് അക്കൗണ്ട് 100. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് നെറേഷൻ കൊടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നെറേഷൻ്റെ ഭാഗം സ്കിപ്പ് ചെയ്യാൻ പറ്റും. അടുത്തത് ഇതേപോലെ റിസീപ്റ്റ് ആണ്. റിസീപ്റ്റ് എന്ന് പറഞ്ഞാൽ ക്യാഷോ ബാങ്കോ ഡെബിറ്റ് സൈഡിലായിരിക്കണം വരേണ്ടത്. അപ്പം ഇപ്പോൾ ഇവിടെ ഞാൻ ക്യാഷ് റിസീവ്ഡ് ആയിട്ട് ഇപ്പം മിസ്റ്റർ സിൻ്റെ അടുത്ത് നിന്ന് പൈസ കിട്ടിയതുപോലെ ഞാൻ കാണിക്കുവാണ്. ഒരു 200 ബൈ ക്യാഷ് ഞാൻ 200 കാണിച്ചു. നെറേഷൻ വേണമെങ്കിൽ കൊടുക്കാം. ഇപ്പോൾ ഈ എൻട്രി ചെയ്യുന്നതിന് പകരം നമുക്ക് കൺട്രോൾ എ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് കൺട്രോൾ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് സേവ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ കൺട്രോൾ എ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത ട്രാൻസാക്ഷൻ പെട്ടെന്ന് സേവ് ആവും. അതേപോലെ ഇനി സെയിൽസ് ഉണ്ട്, പർച്ചേസ് ഉണ്ട്. അപ്പം നമ്മൾ ഒരു സെയിൽസ് എൻട്രി പാസ് ചെയ്യുന്നത് നോക്കാം. റെഫറൻസ് നമ്പർ കൊടുക്കുക. പാർട്ടി അക്കൗണ്ട് നെയിം, ഇപ്പോൾ ക്യാഷ് സെയിൽസ് ആണെങ്കിൽ ക്യാഷ് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ക്രെഡിറ്റ് സെയിൽസ് ആണെങ്കിൽ നമുക്ക് പാർട്ടീൻ്റെ പേര് ചൂസ് ചെയ്യാം. അപ്പം ഞാനിപ്പം മിസ്റ്റർ ബി എന്ന് പറഞ്ഞ് ചൂസ് ചെയ്തു. അപ്പോൾ ഡെലിവറി നോട്ട്സ് കൊടുക്കണം. അത് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ കൺട്രോൾ എ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഭാഗം സേവ് ആയി പോകും. ഇനി നമുക്ക് ഞാനൊരു ഷർട്ട് വിൽക്കുവാണ്, ഒരു ക്വാണ്ടിറ്റി 1. അപ്പം റേറ്റ് ഞാനൊരു 1000 കൊടുത്തു. എമൗണ്ട് ഓക്കെ. ഇവിടെ ചോദിക്കുന്നത് സെയിൽസ് ലെഡ്ജർ ചോദിക്കുകയാണ്. സെയിൽസ് ലെഡ്ജർ കൊടുത്തു. ഓക്കെ, അത് കഴിഞ്ഞു. എൻഡ് ഓഫ് ലിസ്റ്റ് ഓൺ അക്കൗണ്ട്. നമുക്ക് നെറേഷൻ വേണമെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇതേപോലെ തന്നെ ഇനി പർച്ചേസിലും സപ്ലയർ ഇൻവോയ്സ് നമ്പർ ഉണ്ടാവും. ഇൻവോയ്സ് നമ്പർ വേണമെങ്കിൽ ഞാൻ കൊടുക്കാം. ഡേറ്റ് കൊടുക്കണം. പാർട്ടി അക്കൗണ്ട് നെയിം ഇതേപോലെ തന്നെ ക്യാഷ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ അങ്ങനെ ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മൾ പാർട്ടിയുടെ നെയിം കൊടുക്കണം, സപ്ലയറിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ വീണ്ടും സെയിം പർച്ചേസ് കൊടുക്കുകയാണ്. ക്വാണ്ടിറ്റി 10, റേറ്റ് ഞാനൊരു 500 കൊടുത്തു. എമൗണ്ട് ഇവിടെ നമുക്കൊരു ലെഡ്ജർ പുതിയത് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ അക്കൗണ്ട്സ് ഇൻഫോയിൽ പോയിട്ടാണ് ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യാറ്. പകരം ഒരു ഷോർട്ട് കട്ട് കീ ഉണ്ട്, ഓൾട്ട് സി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കും, നേരെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്ന സ്ക്രീനിലേക്ക് എത്താം. അപ്പോൾ എന്താക്കേണ്ടത്, നമ്മൾ ബാക്ക് അടിച്ച് വീണ്ടും അക്കൗണ്ട്സ് ഇൻഫോ എന്ന് പറയുന്ന കാറ്റഗറിയിലേക്കൊന്നും പോകണ്ട. നമുക്ക് ഇവിടുന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പർച്ചേസ് കൊടുത്തു, ഞാൻ പർച്ചേസ് അക്കൗണ്ട്സ് കൊടുത്തു, സേവ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ എമൗണ്ട് കൊടുത്തു, പർച്ചേസ് സെലക്ട് ചെയ്ത് കൊടുത്തു, എൻഡ് ഓഫ് ലിസ്റ്റ് കൊടുത്തു. നെറേഷൻ വേണമെങ്കിൽ നെറേഷൻ ചെയ്യാം, നെറേഷൻ കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പം ഇത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് എല്ലാം വ്യൂ ചെയ്യണമെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ ഡേ ബുക്ക്, അതായത് ഡിസ്പ്ലേയിൽ പോവുക. എന്നിട്ട് ഡേ ബുക്കിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ പാസ് ചെയ്ത ഓരോ എൻട്രീസും നമ്മൾക്കിവിടെ കാണാൻ പറ്റും. ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഡേറ്റ് സെലക്ട് ചെയ്യാൻ F2 ഫംഗ്ഷൻ ആണ്.
അപ്പം F2 കൊടുത്തിട്ട് ഡേറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ആ ഒരു ഡേറ്റിന് പാസ് ചെയ്ത എല്ലാ ജേർണൽ എൻട്രീസും നമുക്ക് അവിടെ കാണാനും പറ്റും, അത് എഡിറ്റ് ചെയ്യാനും പറ്റും. അപ്പം ഇതാണ് നമ്മൾ ടാലിയിലുള്ള ബേസിക് അക്കൗണ്ടിങ് ഫങ്ഷൻസ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് ജേർണൽസ് എങ്ങനെയാണ് ടാലിയിൽ എൻട്രി ചെയ്യാന്നുള്ളതാണ് ഇപ്പം കാണിച്ചിരിക്കുന്നത്. ഇനിയും ടാലിയിലുള്ള ഒരുപാട് ഫങ്ഷൻസ് ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം.